നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്നത് മുട്ടയും എണ്ണയും അല്ലെങ്കിൽ പാലും ഒക്കെ വച്ചിട്ടാണ് മയണൈസ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് എണ്ണയോ മുട്ടയോ പാലൊന്നുമില്ലാതെ ഉണ്ടാക്കുന്ന മയണൈസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഹെൽത്തി ആയിട്ടുള്ള ഈ മയണൈസ് നമ്മൾ കാഷ്യൂനട്ട്സ് വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 25 കാഷ്യൂനട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാഷ്യൂസൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ കാഷ്യൂസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പം വളരെ കുറച്ചിട്ട് കൊടുത്താലും മതി. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളിയാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കുറച്ച് മതിയെങ്കിൽ 1 അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതി. ഞാനിപ്പം 2 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി മയണൈസ് ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മയണൈസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതുമാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.